നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെക്കുറിച്ചിട്ടുള്ള യോഗങ്ങളും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ ഇടതുപക്ഷം ഇപ്പോൾ കാര്യമായി ചൂടേറിയ ചർച്ച നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ എന്താണെന്ന് കണ്ടെത്തി അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ശുദ്ധി കലശം നടത്തിക്കൊണ്ട് വരുമ്പോഴാണ് പാർട്ടിക്ക് തലവേദനയായിക്കൊണ്ട് ഓരോരോ കാര്യങ്ങൾ രംഗത്ത് വരുന്നത്. ഏതായാലും എം.വി. ഗോവിന്ദൻ തന്നെ സ്വന്തം സഖാക്കളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സഖാക്കൾക്ക് പണത്തോടുള്ള ആർത്തി കൂടുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദൻ തുറന്നടിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള മേഖലാ റിപ്പോർട്ടിംഗിലാണ് ഈ ഒരു പരാമർശം സംഭവിച്ചിട്ടിരിക്കുന്നത്. എങ്ങനെ പണമുണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ച കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ്. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല, അതിൽ പരാജയപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ നിന്ന് വിശ്വാസ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കരുത്. പാർട്ടി അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും അനുഭാവികൾ ഇടപെടണം. വിശ്വാസികളെ പാർട്ടിക്കൊപ്പം ഉറപ്പിച്ചു നിർത്തണം. ജനങ്ങളോട് വിനയത്തോടെ പെരുമാറണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ക്യാമ്പസുകളിൽ പഠനം കഴിഞ്ഞിട്ടും SFIയുടെ ലേബലിൽ ഹോസ്റ്റലുകളിലും SFI ഓഫീസുകളിലും കഴിയുന്നത് അനുവദിക്കാനാവില്ല. സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം പോലും ഇടത് പ്രസ്ഥാനത്തിന് ദോഷമായി. SFI പോലുള്ള പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ വിരുദ്ധ വാസനയുടെ വിദ്യാർത്ഥികളെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കരുത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ BJPയുടെ വോട്ട് ശതമാനം ഞെട്ടിക്കുന്നതാണെന്നും എം.വി. ഗോവിന്ദൻ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. BJPയുടെ മുന്നേറ്റം ജാഗ്രതയോടെ കണ്ടില്ലെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി ഉണ്ടാവാം. ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനമാണ് പാർട്ടി നടത്തേണ്ടത്. കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ തിരുത്തലുകൾ അത്യന്താപേക്ഷിതമാണ്. ഇതിനുള്ള നിർദ്ദേശം വരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കും. ഒരു നേതാവും ചെങ്കൊടിക്ക് മേലെയല്ല. അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറി വരെ ഓർമ്മിക്കണം. പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരെ പാർട്ടി അംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും വിവിധ കാരണങ്ങളാൽ പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരണമെന്നും എം.വി. ഗോവിന്ദൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു വിവാദമായ കാര്യമായിരുന്നു PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് 22 ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണം. അത് പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നെങ്കിലും അതിത്ര ശക്തമാണെന്ന് പാർട്ടി അണികളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂലിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോഴ സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിക്ക് 4-അംഗ കമ്മീഷനെയും CPM നിയോഗിച്ചിരിക്കുകയാണ്. CIT നേതാവ് അടക്കമുള്ള 4-അംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിനായിട്ട് പാർട്ടി നിയോഗിച്ചിട്ടുള്ളത്.